നമ്മൾ വിചാരിച്ച പോലല്ലോ പിണറായി വിജയൻ. എല്ലാവരും കരുതി ഈ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഇരിക്കില്ല. കാരണം 10 വർഷം ചക്രവർത്തിയായിട്ട് വാഴുകയായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവായി. ജി സുധാകരൻ്റെ മുമ്പിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്ന് കരുതി സത്യപ്രതിജ്ഞയും ചെയ്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സാധാരണക്കാരെ പോലെ ആ പാർട്ടിയുടെ പരിചാരകന്മാരൊക്കെ കൂടെ ഉണ്ടെങ്കിലും അവിടെ ആ സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുന്നു. ഇതൊക്കെ എന്താ ഒരു തന്ത്രമാണ്? ഇതാണ് പുതിയ ക്യാപ്സൂൾ. ഞാൻ സാധാരണക്കാരനായിരിക്കുന്നു, ഞാൻ പഴയ സഖാവ് തന്നെ കാരണഭൂതനൊന്നുമല്ല. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചു. പക്ഷേ എനിക്ക് സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ കഴിയും. ഞാൻ സാധാരണക്കാരുടെ ഇടയിൽ എന്നും നടന്ന പോലെ ഇനിയും നടക്കും, ബെഞ്ചിൽ വന്നിരിക്കും. ഇതൊക്കെ ഒരു PR വർക്കിന്റെ ഭാഗമാണ്. വേറൊരു PR വർക്കാണ്. മുമ്പ് നടത്തിയിരുന്ന PR വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു അതിഭയങ്കരനായ ഒരു ഉയർത്തിക്കൊണ്ടു ജൈജാന്റിക് ഒരു ക്യാപ്റ്റനാണ്. ആ ക്യാപ്റ്റൻ കാരണഭൂതൻ, അങ്ങനെ ഒരാള് ഉള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം സാധിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ക്യാപ്സൂളാണ്. ഇപ്പൊ നേരെ തിരിച്ചാണ്. ഇപ്പോ മര്യാദയ്ക്ക് ഫുട്പാത്തിൽ കൂടെ യാത്ര ചെയ്യും, രാവിലെ എണീറ്റാൽ ഉമിക്കരി വെച്ച് പല്ല് തേക്കും. അതുപോലെ UDF സത്യപ്രതിജ്ഞ വേദിയിൽ വന്നു എന്നുള്ളതാണ്. വേദിയിൽ വന്നു എന്ന് മാത്രമല്ല, ചെറ്റേന്ന് വിളിച്ച സുധാകരനെ പോയി കെട്ടിപ്പിടിച്ചു. സുധാകരൻ തൊഴുതേ ഉള്ളൂ, പക്ഷെ ഇദ്ദേഹം തോളിൽ ചേർത്ത്. അല്ല, സത്യപ്രതിജ്ഞാ വേദിയില് പ്രേമേന്ദ്രന് കൈ കൊടുക്കുന്നത് കണ്ടു. വിളിച്ചതാണ്. പ്രേമേന്ദ്രൻ മാത്രമല്ല, ആ റൗണ്ട് അടിച്ചിങ്ങനെ തൊഴുതു വന്ന് KK രമയുടെ അടുത്തും വന്ന് തൊഴുതു. ഇപ്പൊ KK രമ അന്തം വിട്ടുകൊണ്ട് തൊഴുന്ന കണ്ടു. പിന്നെ നമ്മുടെ തോമസ് അടി കൊടുത്തില്ലേ ആലപ്പുഴ MLA ചെന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തു. അപ്പം തിരിച്ച് ഷേക്ക് ഹാൻഡ് ചെയ്ത് ചിരിച്ചുകൊണ്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന കണ്ടു. മാറാൻ ആർക്കും കഴിയും. ഇതാണ് രാഷ്ട്രീയക്കാരൻ്റെ മുഖം എന്ന് പറയുന്നത്. പിണറായിക്ക് വരെ കാലം മാറുമ്പോൾ മാറാൻ അറിയാം. പക്ഷെ 3ാം തവണ അധികാരത്തിൽ വന്നിരുന്നേലേ കടക്കു പുറത്തൊന്നല്ല പറയുന്നത്, ഇറങ്ങി പോടാന്ന് പറഞ്ഞേന്. പിന്നെ അവിടെ എനിക്കൊന്ന് തിരുവനന്തപുരത്ത് തന്നെ കുറെ ബാരിക്കേഡുകൾ സ്ഥാപിക്കും. കാരണം ഒരു 5-8 ബാരിക്കേഡ് കടന്നാല് അദ്ദേഹം ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ള സംവിധാനം ഉണ്ടാക്കിയത്. എനിക്കിപ്പോ സതീശൻ വന്നപ്പോൾ വലിയ മാറ്റം വരുത്തിയതിൽ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റ് എന്ന് തുറന്നു. അല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നറിയാമോ, ഈ ശില്പത്തിന്റെ ഒരു വലിയ, അതായത് വാസ്തുവിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിർമ്മിച്ച ഒരു സാധനമാണ് അത്. അതിന്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത് വലിയ പ്രധാനമാണ്. പ്രവേശന കവാടത്തിൽ കൂടെ കയറാതെ പിന്നാമ്പുറത്തൂടെ കയറുന്ന എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഗതികേട് വന്നിട്ടുണ്ട്. കാരണം ആറിയൊക്കെ അവിടുന്ന് പല മുഖ്യമന്ത്രിമാരും പോയിട്ടുള്ളൂ. ആ ബാരിക്കേഡ് അങ്ങനെ നിർത്തിയിരുന്നത് ഒരു ഐശ്വര്യക്കേടായിരുന്നു. അല്ല, അത് വാസ്തുപ്രകാരം തെറ്റാണ്. കാരണം ആ ഗേറ്റ് അങ്ങനെ അത് കണക്കാക്കിയാണ് ആ ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യ ഗേറ്റിൽ പിന്നെ ഐശ്വര്യത്തോടെ കയറി പോകുന്നതിനാണ്. മറ്റേത് പിന്നാമ്പുറത്തെ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും അങ്ങനെ ഉപയോഗിക്കാത്തതാണ്. അത് വേറെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനോ കൊണ്ടുപോകാനോ ഒക്കെ ആയിട്ട് മാത്രം വെച്ചിരുന്ന സ്ഥലമാണ്. അത് മുഖ്യ ഗേറ്റാക്കി എടുക്കുക, എന്നിട്ട് മെയിൻ ഗേറ്റ് അടച്ചിടുക വലിയ അവലക്ഷണക്കേടായിരുന്നു. അത് മാറ്റിയത് തന്നെ വലിയ കാര്യമാണ്. നമ്മുടെ വീടിന്റെ പ്രധാന വാതിലും പ്രധാന ഗേറ്റും അടച്ചിട്ടേച്ച് നമ്മളെല്ലാം അടുക്കളവാതിലൂടെ കയറുകയാണെങ്കിൽ അതിന്റെ ഒരു അഭംഗി ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഇത്രയും നാളോ അത് അങ്ങനെയാണ് ചെയ്തിരുന്നത്. എന്തായാലും ഒരു ജ്യോത്സ്യനും പറയാതെ VD സതീശൻ അത് ചെയ്തത് നന്നായി. അത് ഇത്രയും പിണറായി വിജയൻ താഴേക്ക് വരുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു സൈക്കോളജി ഒന്നാമത്തെ പാഠം പഠിച്ചു. കാരണം വിനയമാണ് ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങ് ഭയങ്കരനാണ്, അങ്ങ് ഇവിടെ മലമറിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം അങ്ങ് വിശ്വസിച്ചോളൂ എന്ന് അദ്ദേഹത്തിന് ഈ ആശ്രിതവത്സരന്മാരെല്ലാം കൂടെ ചേർന്ന് അങ്ങ് പൊക്കിയതാണ്. ഇല്ലെങ്കിൽ കണക്കുകൂട്ടൽ തെറ്റിക്കുന്ന ആളല്ല പിണറായി വിജയൻ. പിണറായി വിജയൻ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അപ്പം ആ കണക്കുകൂട്ടലുകളെ കൂടെയുള്ളവന്മാരെല്ലാം കൂടെ തിരിച്ചളഞ്ഞു. നമ്മൾ ഇത്തവണ ജയിക്കും, അങ്ങയുടെ പടം കണ്ടാൽ ഇവിടെ ജനം വോട്ട് ചെയ്യും, കാരണം അത്രയ്ക്ക് വികസന പ്രവർത്തനമല്ലേ അങ്ങ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഊട്ടിയതാണ് എല്ലാം കൂടെ. ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ അന്തർധാരയൊക്കെ നടത്തി എങ്ങനെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി അധികാരമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് ഒരു പരിധി വരെ ജനം വെറുത്തുപോയത്. അതെ അതെ, അത് യാതൊരു സംശയമില്ല. പിന്നെ മറ്റൊന്ന് ഈ സിൽവർ ലൈന് വളരെ ധിക്കാരമായിട്ടുള്ള ചില നടപടികളിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളിലും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന രീതി വന്നപ്പോൾ
ജനം വരണ്ടുപോയി. പിന്നെ ശബരിമല യുവതി പ്രവേശം എല്ലാം അതായത് ഏറ്റവും വലിയ കൊടും ഹിന്ദുക്കളോട് ചെയ്ത ഏറ്റവും വലിയൊരു അല്ല, അന്ന് താഴെ പോയതിന്റെ കാര്യം എന്തറിയാമോ? ഇന്ന് വി ഡി സതീശന് കൊടുത്ത ന്യൂനപക്ഷം മുഴുവൻ അന്ന് പിണറായി വിജയൻ വോട്ട് ചെയ്തു. കാരണം ഇവിടെ പ്രളയവും ഹിന്ദുക്കളെ അടിച്ചൊതുക്കാൻ ഇതുപോലൊരു വീരൻ വേറെ ഇല്ല എന്ന് കണ്ടുകൊണ്ട് മുസ്ലിങ്ങളും കുറെ ക്രിസ്ത്യാനികളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ടാണ് 98 സീറ്റ് 98 ആ സീറ്റ് കിട്ടിയ അദ്ദേഹം അധികാരത്തിൽ വന്നത്. അല്ല, ശബരിമല പിന്നെ തകരണമെന്ന് ചില ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷത്തിൽ ചിലരുണ്ട്. ശബരിമല മാത്രമല്ല, ഹിന്ദുവെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ ആ വിഭാഗത്തിന് വലിയ സന്തോഷമായി. കാരണം ശബരിമല തകരുന്നു, ഹിന്ദുവിന്റെ പ്രധാന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പിന്നെ ശ്രദ്ധാകേന്ദ്രമായി വരുന്ന ആ ശബരിമല എന്ന ആസ്ഥാനം തകർന്നു പോയി, ഹിന്ദുക്കൾ ഇവിടെ വരാതാവുക. രണ്ടാമത് ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് അതിന്റെ ആചാരത്തെ പറഞ്ഞ് റോഡിൽ ഇറങ്ങിയതിന് ആണിനും പെണ്ണിനും എല്ലാം അടി കൊടുക്കുക, ജയിലിൽ കയറ്റുക. ഈ 35,000 പേർക്കെതിരെയായിരുന്ന കേസ്. പിന്നെ എത്ര പേരെ അറസ്റ്റ് ചെയ്ത്? 25,000 പേർക്ക് അറസ്റ്റ് നടന്നില്ലേ? നാമജപഘോഷയാത്ര വെറുതെ നാമം ചോദിച്ചുകൊണ്ട് പോയതിന്. അതുപോലെ സിൽവർ ലൈനിന്റെ കാര്യത്തിനകത്തും അതുപോലെ തന്നെയാണ്. അപ്പൊ അന്ന് 2-ാം ഊഴം പലരും പറയും അത് കോവിഡിന്റെ മാത്രമല്ല, കോവിഡിന്റെ ഒരു പിന്നെ സംരക്ഷണത്തിന് ഒരു വിഭാഗം ജനത വോട്ട് ചെയ്തു. രണ്ടാമത്തേത് ഇത്തരം കാര്യങ്ങൾക്കാണ് വോട്ട് ചെയ്തത്. ഈ ശബരിമല പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എടുത്ത നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സന്തോഷമായി. ഹിന്ദുവിനെ ഇങ്ങനെ അഴിച്ചൊതുക്കുന്ന ഒരുത്തനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അവന്റെ ആചാരവും ക്ഷേത്രവും എല്ലാം ദൂരെ കളയുന്ന ഒരു നിലപാട്. അന്ന് ഭക്തരെയൊക്കെ പമ്പയിലും നിലയ്ക്കലും ശബരിമലയിലും ഒക്കെ വെച്ച് തല്ലിച്ചതച്ചതെന്ന് മാത്രമോ? അവര് ഇത് പിന്നെ അതായത് ഹിന്ദുവിന് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണിതെന്നുള്ള തോന്നുന്ന വിധത്തിൽ അവരെ കൈകാര്യം ചെയ്ത് കളഞ്ഞില്ലേ? ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള സ്ഥലമാണ്, ഞങ്ങൾ ഇവിടെ തോന്നുന്നത് ചെയ്യും, ഇവിടെ സ്ത്രീയെ കയറ്റും, അവളുടെ പിന്നെ എന്താ അനാചാരങ്ങളുടെ എല്ലാ മൂർത്തിഭാവമായിട്ട് ആ കേന്ദ്രത്തെ ഞങ്ങൾ മാറ്റും എന്ന് പറഞ്ഞ് വന്നപ്പം ജനം വരണ്ടുപോയി. അതേസമയം എതിർപക്ഷത്തുള്ളവർ വളരെ സന്തോഷിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളൊക്കെ വിചാരിച്ചത് ഇതുപോലൊരു ആളിനി കിട്ടാനില്ല, ഇവിടെ ഹിന്ദുവിനെ അടിച്ചൊതുക്കാൻ ഇതുപോലൊരാൾ വേറെ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ തവണ തിരിഞ്ഞു വോട്ട് ചെയ്തത്. ആ ബെനിഫിറ്റ് അദ്ദേഹം ഉപയോഗിച്ചിട്ട് വിചാരിച്ചത് ഇനി എൻ്റെ കാലമാണ് എന്ന് വിചാരിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് നിന്നപ്പം അതാണ് ബി ജെ പിക്ക് വളരാനുള്ള മണ്ണ് കൊടുത്തത്. ബി ജെ പിക്ക് അന്ന് പിന്നീട് മനസ്സിലായി ഇനി ഇതിനകത്ത് പിന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലായപ്പോഴാണല്ലോ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക്. അപ്പോ മുസ്ലിം വോട്ടുകൾ നേരെ തിരിഞ്ഞും പോയി. ഇത് നമ്മളെ കളിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞ് നേരെ തിരിഞ്ഞു. അതിന്റെ കൂടെ വെള്ളാപ്പള്ളി മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ശ്രമം, അതിന് വി ഡി സതീശൻ എടുത്ത നിലപാട്. വി ഡി സതീശൻ ബുദ്ധിമാനാണ്. കാരണം ഹിന്ദുക്കളെ തള്ളി പറഞ്ഞുകൊണ്ട് ഇലക്ഷനെ ഫേസ് ചെയ്ത അദ്ദേഹത്തിന് അറിയാം ബി ജെ പി ഇവിടെ വളരും, കുറെ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് കിട്ടുന്നത് ഇല്ലാതാവും. അപ്പൊ അതിന് ഏറ്റവും വലിയ മാർഗം എന്താ? അതിലെ 2 പേരെ, ഒന്ന് സുമാരൻ നായർ, ഒന്ന് വെള്ളാപ്പള്ളിയും അടിക്കുക. അതാകുമ്പോൾ ആളാരും ഹിന്ദുവിനെ ആക്രമിച്ചെന്ന് വിചാരിക്കില്ല, 2 ജാതിയുടെ നേതാക്കളെ മാത്രം ആക്രമിച്ചെന്നല്ലേ വിചാരിക്കുള്ളൂ. ഹിന്ദുവിനെ ആക്രമിച്ചു എന്ന് വിചാരിക്കാതിരിക്കുകയും ചെയ്യും. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സന്തോഷവും വരും. ഇവിടെ നമ്മൾ പറയുന്ന പോലല്ല, ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ അവസാനിച്ചെങ്കിലും മനസ്സിനകത്ത് ഇപ്പോഴും മതചിന്ത ഭയങ്കരമാണ്. പണ്ടത്തെ ഇപ്പൊ കണ്ടാ തൊടുവില്ലെന്നുള്ളത് മാറി, പക്ഷെ ഉള്ളിൽ തൊടുവില്ല. കാണുമ്പോഴേ വിദ്വേഷം വെച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു വലിയ വിഭാഗം വന്നുപോയി. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം. അത് മാറ്റിയെടുക്കാൻ ഇനി എങ്ങനെ കഴിയുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കുറേ കാര്യങ്ങൾ അത്തരത്തിൽ ചെയ്യുമായിരുന്നു, ആ ഒരു സ്പർദ്ധ ഇല്ലാതാക്കാനുള്ള കുറേ പ്രശ്നം. ഇപ്പോൾ അവരും മാറിപ്പോയി. ഇനി വി ഡി സതീശൻ്റെ കയ്യിലാണ് അതിൻ്റെ പ്രധാന താക്കോൽ കൊടുത്തിരിക്കുന്നത്. ഈ വിധത്തിൽ പോയാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുള്ളൂ. അത് മാറ്റിയെടുക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചന ഇന്നലെ തന്നു. ഇല്ല, ഞാൻ തിണ്ണനിരങ്ങില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ശിവഗിരി വടത്തിൽ പോവും, അത് കഴിഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞവരെടുത്തിട്ടും പോവും, അങ്ങനെ ഞാൻ നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മതനിരപേക്ഷ ലൈൻ എടുക്കാതെ മതതരത്വം പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വി ഡി സതീശൻ്റെ പൂച്ച പുറത്താകും. അത് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. കേരളം എന്തായാലും മാറ്റത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് പിണറായി വിജയൻ്റെ ആക്ഷനും പിന്നെ അറ്റൻഷനും കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്, മാന്യനായിക്കൊണ്ടിരിക്കുകയാണ്, വിനീതനായിക്കൊണ്ടിരിക്കുകയാണ്. കേരളമേ, അങ്ങനെ വിനീതനായ എന്നെ ഇത്തവണ അധികാരത്തിലേറ്റു എന്നുള്ളതായിരിക്കും ഇനി 2029
പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും അത് കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ മുദ്രാവാക്യം ഇതായിരിക്കും. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കുന്നെങ്കിൽ ഈ മുദ്രാവാക്യമായിരിക്കും ഉയർത്തുക. മാന്യനായ, വളരെ ലളിത ജീവിതം നയിക്കുന്ന, എളിമയോടെ നിങ്ങളെ സമീപിക്കുന്ന, നിങ്ങളിൽ ഒരുവനായ പിണറായി വിജയന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കൂ ജനങ്ങളെ. അതിനുള്ള റിഹേഴ്സലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്യാപ്സ്യൂളാണ് നിങ്ങൾക്ക് ബെഞ്ചിലിരുന്നും ഫുട്പാത്തിലൂടെ നടന്നും കുട സ്വയം പിടിച്ചുമൊക്കെ നടന്ന് അദ്ദേഹം കാണിക്കുന്നത്. കാത്തിരിക്കാം നമുക്ക് ആ ശുഭദിനത്തിൽ.